2 വർഷത്തെ കാത്തിരിപ്പിന് വിരാമം. പുളിങ്ങോം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ 2 പുതിയ ഡോക്ടർമാർ ചുമതലയേറ്റു. പുതിയ ഡോക്ടർമാരുടെ നിയമനം പ്രദേശത്തെ ആരോഗ്യ സേവനങ്ങൾക്ക് വലിയ ആശ്വാസമാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. 2 വർഷത്തിലേറെയായി മെഡിക്കൽ ഓഫീസർ തസ്തിക ഒഴിഞ്ഞുകിടന്നിരുന്ന പുളിങ്ങോം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മെഡിക്കൽ ഓഫീസർ ഉൾപ്പെടെ 2 പുതിയ ഡോക്ടർമാരെയാണ് സംസ്ഥാന സർക്കാർ നിയമിച്ചത്. നിയമനം ലഭിച്ച ഇരുവരും ചുമതലയേറ്റതായി പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. പുളിങ്ങോം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർമാരുടെ കുറവ് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ മാസം ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു. ഇതേ തുടർന്ന് സർക്കാരിന്റെ ഭാഗത്തുനിന്നും അടിയന്തര ഇടപെടലാണ് പുതിയ നിയമനത്തിന് വഴിയൊരുങ്ങിയതെന്നും പഞ്ചായത്ത് നൽകിയ അപേക്ഷ പരിഗണിച്ച് ഡോക്ടർമാരെ നിയമിച്ച സർക്കാരിന്റെ നടപടി അഭിനന്ദാർഹമാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ലൈസമ്മ പനയ്ക്കൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നിരന്തരമായി ഇതിനുവേണ്ടി പുതിയ സതീശന്റെ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നു. ചെറുപുഴ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനവുമായി ഭരണസമിതി അംഗങ്ങൾ തിരുവനന്തപുരത്ത് പോയി. അപ്പോൾ അതിലേക്ക് പ്രധാനമായി ഞങ്ങൾ വെച്ചിരുന്ന ഒരു നിർദ്ദേശമായിരുന്നു പുളിങ്ങോം FHSലേക്ക് ഒരു സ്ഥിരമായി ഒരു മെഡിക്കൽ ഓഫീസറെ നിയമിക്കുക എന്നുള്ളത്. ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയെ കണ്ടു, നിവേദനം നൽകി. പെട്ടെന്ന് തന്നെ അദ്ദേഹം അതിനൊരു തീരുമാനമുണ്ടാക്കി തന്നു. നമ്മുടെ നാട്ടുകാരൻ കൂടിയായ ഒരു ഡോക്ടറെ നമുക്ക് മെഡിക്കൽ ഓഫീസറായിട്ട് നിയമിച്ചു തരികയുണ്ടായി. നമുക്കറിയാം, നമ്മുടെ ആ ഒരു FHC എന്ന് പറഞ്ഞാൽ ഈ ഒരു പഞ്ചായത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആരോഗ്യ കേന്ദ്രമാണ്. അപ്പോൾ അവിടെ ഒരു ഡോക്ടർ ഇല്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒത്തിരി ഈ 2.5 വർഷക്കാലം ഏറെ ജനങ്ങൾ ഏറെ ബുദ്ധിമുട്ട് അനുഭവിച്ചതാണ്. ഇതിനെല്ലാം ഒരു പരിഹാരം ഇന്ന് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അതിന് ഈ അവസരത്തിൽ നമ്മുടെ സർക്കാരിന് പ്രത്യേകം അഭിനന്ദനം അറിയിക്കുകയാണ്. മെഡിക്കൽ ഓഫീസർ തസ്തിക 2 വർഷത്തിലേറെയായി ഒഴിവായിരുന്നതിനാൽ പെരിങ്ങോം താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർക്ക് അധിക ചുമതല നൽകിയാണ് പുളിങ്ങോം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളി, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ലളിത ബാബു, KD പ്രവീൺ, ലീന വില്യം, പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ.